Hello everyone, welcome to Computer Science Hub. Our subject Computer Fundamentals, topic Number System. So, we are discussing a new module. In this module, mainly discusses about this number systems, number conversion, Boolean algebra, like that. Okay. അപ്പോൾ നമ്പർ സിസ്റ്റം എന്നുള്ളത് +2 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റാണ്. +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് കുറേ കൂടി ഈസി ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും നമ്പർ സിസ്റ്റംസ്. അപ്പോൾ എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. എ നമ്പർ. വാട്ട്സ് എ നമ്പർ? ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ഓബ്ജെക്റ്റ് യൂസ് ടു കൗണ്ട്, ലേബൽ ആൻഡ് മെഷർ. Number system is a mathematical way to represent numbers. Okay. The number system we use in our daily life is decimal number system that uses 10 symbols or digits. ഇപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഉണ്ടല്ലോ 1 to 9 വരെ, 0 to 9 വരെ ഉള്ള കോമ്പിനേഷൻസ്. അപ്പോൾ ആ ഒരു നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഡെസിമൽ ഡെക്ക എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ ഡെസിമൽ എന്ന് പറയുന്നത് 10 സിമ്പിൾസ് യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. Similarly, there are other number systems also. Each has its own symbols and methods for constructing a number. സോ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ നമ്പർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 0 തൊട്ടിട്ട് 9 വരെയുള്ള ഡിജിറ്റ്സിൻ്റെ ഏതെങ്കിലും കോമ്പിനേഷൻസ് എടുത്താൽ മതി, നമുക്ക് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ വേറെയും കുറേ നമ്പർ സിസ്റ്റംസ് ഉണ്ട്, ലൈക്ക് ബൈനറി എന്നൊക്കെ പറയും, 0 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പല നമ്പർ സിസ്റ്റംസും ഉണ്ട്. അപ്പോൾ ഓരോ നമ്പർ സിസ്റ്റത്തിനും ദേ ഹാവ് ദെയർ ഓൺ മെത്തേഡ് ഫോർ കൺസ്ട്രക്ടിങ് എ നമ്പർ. A number system has a unique base which depends upon the number of symbols used. So the important ആണ്, the base of a number system means it is a number of symbols used in that number system. ഇപ്പോൾ ഡെസിമൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ഡെസിമലിൻ്റെ അകത്ത് 10 സിമ്പിൾസ് 0 to 9 അങ്ങനെയുള്ള 10 ഡിഫറെൻറ്റ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10 ആണ് അതിൻ്റെ ബേസ്. ഇപ്പോൾ ബൈനറി നോക്കാൻ കഴിഞ്ഞാൽ 0യും 1ഉം മാത്രമേ ഉള്ളൂ, ഇപ്പോൾ 2 സിമ്പിൾസേ ഉള്ളൂ, വിച്ച് മീൻസ് 2 ആണ് അതിൻ്റെ ബേസ്. The number of symbols used in a number system is called the base or radix of number system. Okay. Ini number systems are classified into positional number system and non-positional number system. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പർ സിസ്റ്റംസ് എന്ന് പറയുന്നത് പൊസിഷണൽ നമ്പർ സിസ്റ്റവും നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റവും ആണ്. ഇനി പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Positional number system uses digits for the representation. ഡിജിറ്റ്സ് വെച്ചിട്ടാണ്. ദ ട്രഡീഷണൽ നമ്പർ സിസ്റ്റം ഇസ് കോൾഡ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം. നമ്മളിപ്പോൾ പറയുന്ന ഡെസിമൽ നോർമലി യൂസ് ചെയ്യുന്നതെല്ലാം പൊസിഷണൽ നമ്പർ സിസ്റ്റംസ് തന്നെയാണ്. എ നമ്പർ ഇസ് റെപ്രസെൻറ്റഡ് ആസ് എ സ്ട്രിങ് ഓഫ് ഡിജിറ്റ്സ്. ഈച്ച് ഡിജിറ്റ് പൊസിഷൻ ഹാസ് എ വെയിറ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് വ്യത്യാസം ഉള്ളത് കേട്ടോ. അതായത് ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഡിജിറ്റ് പൊസിഷനും അതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും. നമ്പേഴ്സ് വാല്യൂ is equal to a weighted sum of the digits. Here, weight of a digit depends on the relative position of the digit. Positional number system is further classified into ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഡിഫറൻസ് ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഞാൻ പറയാം. ഓക്കെ, 232. ഓക്കെ, 232 എന്നുള്ളൊരു നമ്പർ എടുത്തു. ഇപ്പോൾ ഇത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഇപ്പോൾ ഇത് പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണെന്ന് പറയാൻ കാരണം ഇത് എ നമ്പർ ഇസ് റെപ്രസെൻറ്റഡ് ആസ് എ സ്ട്രിങ് ഓഫ് ഡിജിറ്റ്സ്. അപ്പോൾ ഇത് സ്ട്രിങ് ഓഫ് ഡിജിറ്റ്സ് തന്നെയാണല്ലേ. ആൻഡ് ഈച്ച് ഡിജിറ്റ് പൊസിഷൻ ഹാസ് എ വെയിറ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പോൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഈ പൊസിഷൻ 2, ഇത് ഏത് പൊസിഷനാ? വൺസിൻ്റെ പൊസിഷനാണ് അല്ലേ, യൂണിറ്റിൻ്റെ പൊസിഷനാണ്. ആൻഡ് ഇത് ടെൻസിൻ്റെ പൊസിഷനാണ്. ആൻഡ് ഇത് 100ൻ്റെ പൊസിഷനാണ് അല്ലേ. വിച്ച് മീൻസ് ഹിയർ ഇവിടെയും ഒരു 2 ഉണ്ട് ആൻഡ് ഇവിടെയും ഒരു 2 ഉണ്ട്. പക്ഷെ ആ 2വിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് 2വിൻ്റെ വാല്യൂ ഇരിക്കുന്നത്. ഈ ലെഫ്റ്റ് മോസ്റ്റ് സൈഡിലുള്ള 2വിൻ്റെ വാല്യൂ എന്താ? 2 യൂണിറ്റ് ആണ്, അതായത് 2 തന്നെയാണ്. പക്ഷെ റൈറ്റ് മോസ്റ്റിലുള്ള 2വിൻ്റെ വാല്യൂ എന്താ? അത് 200 ആണ് അല്ലേ, 200 ആണ്. ഈ 3 എന്ന് പറയുന്നത് എന്താ? 30 ആണ് അതിൻ്റെ വെയിറ്റ്. ഇപ്പോൾ ഒരു നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു ദ വെയ്റ്റഡ് സം ഓഫ് ദ ഡിജിറ്റ്സ്. അപ്പോൾ ഹിയർ ഇതെങ്ങനെ വരാം? ഇത് 2 ആണ്, ഇവിടുത്തെ 2 എന്ന് പറയുന്നത് 2 into 1 യൂണിറ്റ് ആയിരിക്കും. പ്ലസ് 3 എന്ന് പറയുന്നത് ടെൻസിൻ്റെ പ്ലേസിലാണ് കിടക്കുന്നത്, വിച്ച് മീൻസ് 3 into
10 ആണ്. 3 into 10 എന്ന് പറയുമ്പോൾ 30 ആയി. പ്ലസ് എന്ത് വേണം? ലാസ്റ്റത്തെ 2, അതായത് ഏറ്റവും ഫസ്റ്റത്തെ ഈ 2 എന്ന് പറയുന്നത് 100ന്റെ പ്ലേസിലാണ്. ഇപ്പോൾ 2 into 100 equal to 200 അല്ലേ? 200, 230, 232 അങ്ങനെയാണ് ഒരു നമ്പറിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഹിയർ ദ വെയിറ്റ് ഓഫ് എ ഡിജിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ ഡിജിറ്റ്. ഇപ്പോൾ ഒരു ഡിജിറ്റിന്റെ വെയിറ്റ് അതിന്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാലോ, ഇവിടെ 2 ഉണ്ട്, 2 ഉണ്ട്, പക്ഷേ 2 വാല്യൂ ഡിഫറെന്റ് ആണ് ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ ഡിജിറ്റ്. ആൻഡ് ദിസ് പൊസിഷണൽ നമ്പർ സിസ്റ്റം ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൽ തന്നെയാണ് കേട്ടോ. ഇനി ഓക്കെ, ഓഹോ, ഞാൻ ഓൾറെഡി ഒരു എക്സാമ്പിൾ ഇവിടെ ചെയ്തിട്ടുണ്ടായി. ഐ വിൽ ഷോ യു ദാറ്റ്. അതിന് മുന്നേ ആകട്ടെ. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ 6354, പിന്നെ അതെല്ലാം വരുന്നുണ്ടല്ലോ. 6354 എന്ന് പറയുമ്പോൾ 4 യൂണിറ്റ് ആണ്. ദെൻ 5 എന്ന് പറയുന്നത് 10's പ്ലേസ് ആണ്, 5 into 10. 3 എന്ന് പറയുന്നത് 100 പ്ലേസ് ആണ്. ആൻഡ് 6 എന്ന് പറയുന്നത് 1000 പ്ലേസ് ആണ്. സോ ഇങ്ങനെയാണ് ഓരോന്നിന്റെ വാല്യൂ വരുന്നത്. ഇനി എന്താ നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം? It does not use digits for the representation. Instead it use symbols for the representation. അപ്പോൾ ഇവിടെ string of digits ഒന്നുമല്ല, പകരം symbols ആണ് യൂസ് ചെയ്യുന്നത്. A non-positive number system uses a limited number of symbols in which each symbol has a value. However, the position of a symbol occupies in the number normally bears no relation to its value. The value of each symbol is fixed. ഇപ്പം ഇവിടെ പറയുന്നത് നമ്മളിപ്പോൾ 2 രണ്ട് സൈഡിലും വന്നു കഴിഞ്ഞാൽ 2 വാല്യൂ എന്ന് പറഞ്ഞല്ലോ പൊസിഷനിലെ കേസിൽ. ഇവിടെ അങ്ങനെയൊന്നുമല്ല, സ്ട്രിങ് ഓഫ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഡിജിറ്റ് അല്ല യൂസ് ചെയ്യുക, പകരം സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ലിമിറ്റഡ് നമ്പർ ഓഫ് സിമ്പിൾസ് ആണ് ഉണ്ടായിരിക്കുക. ഓരോ സിമ്പിളിനും ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരിക്കും. ആൻഡ് അതിൻ്റെ പൊസിഷനും അതിൻ്റെ വാല്യൂയും തമ്മിൽ റിലേഷനൊന്നുമില്ല. വാല്യൂ ഓഫ് ഈച്ച് സിമ്പിൾ ഇസ് ഫിക്സഡ് വാല്യൂ ആണ് ഒരു സിമ്പിളിന് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ റോമൻ നമ്പർ സിസ്റ്റം ആണ്. റോമൻ നമ്പർ സിസ്റ്റം ഇസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ദ നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം. ദിസ് നമ്പർ സിസ്റ്റം ആസ് എ സെറ്റ് ഓഫ് സിമ്പിൾസ്. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് സെറ്റ് ഓഫ് സിമ്പിൾസേ ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മളുടെ റോമൻ നമ്പർ സിസ്റ്റത്തിന്റെ സിമ്പിൾസ്. ഇതിൽ അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, നമുക്ക് ഫെമിലിയർ ആയിരിക്കും. നമ്മൾ 1 എഴുതണമെങ്കിൽ ഇത് മാത്രമാണ് എഴുതുക, 2 എഴുതണമെങ്കിൽ 2 ലൈൻ ഇടും, 3 എഴുതണമെങ്കിൽ 3 ലൈൻ ഇടും, 4 എഴുതണമെങ്കിൽ എന്ത് എഴുതും, 1 ലൈനും 1 V ഇടും, 5 എഴുതണമെങ്കിൽ V മാത്രം, അത് 6 ആണെങ്കിൽ ഇങ്ങനെ, 7 ഇത്, 8 ഇത്, 9 ആണെങ്കിൽ ഒരു 1ഉം എക്സും, അങ്ങനെ 10 ആണെങ്കിൽ വെറും എക്സ്. ഇത്രയും നമുക്കറിയാം. ഇനിയും അറിയാം. ഇപ്പോഴത്തെ 1 ഇട്ടാൽ 11 ആയി, 12 ആയി, അങ്ങനെ തന്നെയാണ് പോകുന്നത്. സോ ദിസ് വാല്യൂസ് ഓഫ് സിമ്പിൾസ് ഇൻ ദ റോമൻ നമ്പർ സിസ്റ്റം, ദിസ് ആസ് എ വാല്യൂസ്. ഓക്കെ, ഇതും കൂടെ നോക്കി വെച്ചൊക്കെ. അപ്പൊ ഇവിടെ ഓരോന്നിനും ഫിക്സഡ് വാല്യൂ ഉണ്ട്. ഈ ഐന്റെ വാല്യൂ 1 ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഇതെന്താ, ഇതിന്റെ വാല്യൂ എന്താ, 3 I ഉണ്ട്, വിച്ച് മീൻസ് ഇത് 3 ആണല്ലേ. ദെൻ ഇത് 5 ആണ് ഇതിന്റെ വാല്യൂ. ദെൻ ഇത് 10. L എന്ന് പറഞ്ഞ സിമ്പിളിന്റെ വാല്യൂ 50 ആണ്. C സിമ്പിൾ വാല്യൂ 100, D സിമ്പിൾ 500 ആൻഡ് M 1000. So this is about the non-positional number system. So non-positional number system does not use digits, but it uses symbols, and it uses limited number of symbols, and each symbol has a fixed value. And this value does not depends upon the relative position of that symbol. Value of each symbol is fixed. This Roman number system is an example. ഇത്രയും നോക്കിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റംസ് എല്ലാം നോക്കാൻ പോകുന്നത് ഡെസിമൽ, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ബൈനറി, ഈ 4 നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നു. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റം നോക്കാം. ഡെസിമൽ ഞാൻ പറഞ്ഞല്ലോ, ഡെക്ക വിച്ച് മീൻസ് 10 ആണ് ബേസ്. അതായത് ഇറ്റ് ഇൻവോൾവ്സ് 10 സിമ്പിൾസ്, 0, 1, 2 up to 9 ടു ഫോം എ നമ്പർ. ഇപ്പോൾ ഡെസിമലിൽ ഒരു നമ്പർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 10 സിമ്പിൾസിന്റെ കോമ്പിനേഷൻസ് ആണ് എടുക്കാൻ പറ്റുന്നത്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ബേസ് 10 നമ്പർ സിസ്റ്റം. റീസൺ എന്താണെന്ന് അറിയാലോ, ബിക്കോസ് ഇറ്റ് ഹാവ് ബേസ് 10. ഇറ്റ് ഇസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം, അതും നമ്മൾ പറഞ്ഞതാണ്. ഹിയർ പൊസിഷൻ നമ്പർ സിസ്റ്റം ആകുമ്പോൾ എങ്ങനെയാ, വെയിറ്റ് ഓഫ് എ ഡിജിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ ഡിജിറ്റ്. പ്ലേസ് വാല്യൂ ഓഫ് ഈച്ച് ഡെസിമൽ ഡിജിറ്റ് ഇസ് എ പവർ ഓഫ് 10. അപ്പോൾ ഓരോ ഡെസിമൽ ഡിജിറ്റിൻ്റെയും പൊസിഷൻ അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 10ന്റെ പവർ ആയിരിക്കും.
അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു പോയിന്റുള്ള നമ്പറാണ്. അപ്പോൾ ആദ്യത്തെ ഞാനിവിടെ നമ്പർ എഴുതിയിടാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഒരു എക്സാമ്പിൾ നമ്പർ എഴുതാൻ പോവാണ്. 2 3 5 1 2 പോയിന്റ് 0 1 2. ഓക്കെ, ദിസ് ഇസ് അവർ നമ്പർ 23512.012 എന്നുള്ളൊരു നമ്പറാണ്. അപ്പോൾ ഈ നമ്പറിൻ്റെ വെയിറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ വൺസ് പ്ലേസ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസിൽ പോയിന്റിൻ്റെ ലെഫ്റ്റിലുള്ള ഫസ്റ്റ് പ്ലേസിൽ നിന്നാണ് ഇവിടെ നിന്നാണ് തുടങ്ങുക അല്ലേ. ഇതാണ് 0 യൂണിറ്റിൻ്റെ പൊസിഷനാണിത്. യൂണിറ്റിൻ്റെ പൊസിഷൻ മീൻ 10ൻ്റെ പവർ 10⁻0 ആണ്. 10⁻0 ആൻഡ് അടുത്തത് എന്താ 10⁻1 അതായത് 10ൻ്റെ പ്ലേസ് ആണ്. ആൻഡ് അടുത്തത് 100ൻ്റെ പ്ലേസ് ആണ്, അതായത് 10⁻2. ദെൻ ഈ 3 കിടക്കുന്നത് 1000ൻ്റെ പ്ലേസ് ആണ്, 10⁻3. ആൻഡ് ഇത് 10,000 ആണ്, 10⁻4. ഇനി ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലോ, ഇപ്പുറത്ത് 10⁻0 വരെ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടുത്തത് ഇനി 10⁻1 ആണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ അപ്പുറത്ത് 10⁻1ൻ്റെ പൊസിഷൻ, 10⁻2ൻ്റെ പൊസിഷൻ, 10⁻3യുടെ പൊസിഷൻ. So this is the left of the decimal point. This will be at the right of the decimal point. ഇങ്ങനെയാണ് പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂ ഓഫ് ഈച്ച് ഡെസിമൽ ഡിജിറ്റ് ഇസ് എ പവർ ഓഫ് 10. ഇപ്പോൾ ഡെസിമലിൽ എന്തൊക്കെയാണ് നോക്കാനുള്ളത്? 10 സിമ്പിൾസ് ആണ്, ബേസ് 10 ആണ്, പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്, വെയിറ്റ് ഓഫ് ദ ഡിജിറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ ഡിജിറ്റ്, ദെൻ പ്ലേസ് വാല്യൂ ഇസ് എ പവർ ഓഫ് 10. ഇനി ഒരു എക്സാമ്പിൾ, ഇത് ഞാൻ നേരത്തെ ഒരു നമ്പർ 5876 എന്ന് പറഞ്ഞൊരു നമ്പറാണ്. അപ്പോൾ ആ നമ്പറിൻ്റെ പൊസിഷൻ വെയിറ്റ് എഴുതിയിട്ട് നമ്മൾ 10⁻0, 10⁻1, 10⁻2, 10⁻3. ഇനി അത് ആ ഡിജിറ്റിൻ്റെ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കാൻ, നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 5 × 10⁻3 പ്ലസ് 8 × 10⁻2 പ്ലസ് 7 × 10⁻1 പ്ലസ് 6 × 10⁻0. അങ്ങനെയാണ് നമുക്ക് ഈ 5876 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. ഹിയർ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ ഇസ് ദ MSD എന്താണ്? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ ഇസ് ദ LSD. ഇപ്പോൾ 5876 എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് മോസ്റ്റ് സിമ്പിൾ ആണ്, ഈ സിമ്പിൾ ആണ് അതിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആയിട്ട് വരുന്നത്. റൈറ്റ് മോസ്റ്റ് സിമ്പിൾ, അത് ഇവിടത്തെ കേസിൽ 6 ആണ് അതിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്, LSD ആയിട്ട് വരുന്നത്. അത്രയാണ് ഡെസിമലിൽ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ബൈനറി ആകുമ്പോൾ എന്താ, ഇറ്റ് യൂസസ് ഓൺലി 2 സിമ്പിൾസ് 0 and 1 ടു ഫോം എ നമ്പർ. ബൈ മീൻസ്, അപ്പോൾ ഡെസിമലിൽ ഡെക്ക മീൻസ് 10 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബൈനറിയിൽ ബൈ മീൻസ് 2. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്തായാലും 2 ആണ്, 2 സിമ്പിൾ അല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ബേസ് 2 നമ്പർ സിസ്റ്റം. നേരത്തെ എന്തായിരുന്നു? ബേസ് 10 സിസ്റ്റം, ഇവിടെ ബേസ് 2 സിസ്റ്റം. വി യൂസ് ദ സബ്സ്ക്രിപ്റ്റ് 2 ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദ നമ്പർ ഇസ് ഇൻ ബൈനറി. അപ്പോൾ നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് ഒരു നമ്പർ നമ്മൾ വെറുതെ എഴുതി, ഇപ്പോൾ 010 അതല്ലെങ്കിൽ 231 അങ്ങനെ ഒരു നമ്പർ നമ്മൾ ജസ്റ്റ് എഴുതി എന്ന് വിചാരിക്കാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ബൈ ഡിഫോൾട്ട് ഇറ്റ് ഇസ് ദ ഡെസിമൽ നമ്പർ. ഓക്കെ, പക്ഷേ ഈ 010 നമ്മൾ എഴുതിയത് ഒരു സബ്സ്ക്രിപ്റ്റ് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ ബൈനറി നമ്പർ. സോ വി യൂസ് എ സബ്സ്ക്രിപ്റ്റ് 2 ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദ നമ്പർ ഇസ് ഇൻ ബൈനറി. എക്സാമ്പിൾ കണ്ടോ, 1101 ഇങ്ങനെ എഴുതിയിട്ട് 2 ഇട്ട് കൊടുത്താൽ മാത്രമേ ഇത് ബൈനറി ആവുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് എന്താ 1101 എന്നുള്ള നമ്പറായിട്ട് ഇത് വായിക്കാം അല്ലേ. അപ്പോൾ അത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 2 കൊടുക്കണം, ബൈനറി നമ്പറാണ് അറിയിക്കാനായിട്ട്. ഈച്ച് ഡിജിറ്റ് ഇസ് കോൾഡ് ആസ് ബിറ്റ്. അപ്പോൾ ബൈനറിയിലൊരു വ്യത്യാസമുണ്ട്, നമ്മൾ ഡിജിറ്റിനാണ് ഡെസിമലിലൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ ബൈനറിയിലെ ഡിജിറ്റിനെ നമ്മൾ ബിറ്റ് എന്ന് നമുക്ക് പറയാറുണ്ട്. ആൻഡ് ബിറ്റ് സ്റ്റാൻഡ് ഫോർ ബൈനറി ഡിജിറ്റ്. ബിറ്റ് മീൻസ് എ ബൈനറി ഡിജിറ്റ്. Next, the binary number system is also a positional number system. Place value of each binary digit is a power of 2. നേരത്തെ എന്തായിരുന്നു? പവർ ഓഫ് 10. എപ്പോഴും ബേസിന്റെ പവർ ആയിരിക്കും, അങ്ങനെ ആലോചിച്ചാൽ മതി. ഡെസിമലിന്റെ ബേസ് 10 ആണ്, അപ്പോൾ 10ന്റെ പവർ ആണ് ഓരോ പൊസിഷൻ വാല്യൂ. 10⁻0, 10⁻1 അങ്ങനെ വരും. ബൈനറി ആകുമ്പോൾ ബേസ് 2 ആണ്, അതുകൊണ്ട് തന്നെ പൊസിഷൻ പറയുന്നത്, പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് പവർ ഓഫ് 2 ആണ്. കൺസിഡർ ബൈനറി നമ്പർ 1101. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, 1101 എന്നുള്ള ബൈനറി നമ്പർ എടുത്തു. അപ്പോൾ അതിൻ്റെ വെയിറ്റ് നമ്മൾ ഇങ്ങനെ എഴുതാൻ പോകുന്നത് 2⁻0, 2⁻1, 2⁻2, 2⁻3. ഇനി അപ്പോൾ ഇവിടെയും നേരത്തെ പോലെ തന്നെയാണ്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് റൈറ്റിലും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ലെഫ്റ്റിലും ആണ്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ലെഫ്റ്റ് മോസ്റ്റ് സിമ്പിളും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് റൈറ്റ് മോസ്റ്റ് സിമ്പിളും ആണ്. ദെൻ നേരത്തെ പോലെ തന്നെ വാല്യൂ കിട്ടാൻ നമുക്കിതൊക്കെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താ? 13 ആണ് വാല്യൂ. അപ്പോൾ ഈ 1101 ഇക്വാലൻ്റ് ആയിട്ടുള്ള വാല്യൂ വെയിറ്റ് എന്ന് പറയുന്നത് 13 ആണ്, 13 ആണ്. ഓക്കെ, അപ്പോൾ ബൈനറി പറഞ്ഞു, ബൈനറി നമ്പർ 1101 ഇസ് ഇക്വാലൻ്റ് ടു ഡെസിമൽ നമ്പർ 13.
അപ്പോൾ ഈ ഇക്വാലൻസിയും കൺവേർഷനൊക്കെ നമ്മൾ ഇനിയും പഠിക്കുന്നതാണ് കേട്ടോ. ഇഫ് നോ ബേസ് സ്പെസിഫൈഡ് ദ നമ്പർ ഇസ് ഇന്റർപ്രറ്റഡ് ആസ് ഡെസിമൽ. പറഞ്ഞല്ലോ നമ്മൾ ബേസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ആ നമ്പർ ഡെസിമൽ ആയിട്ടാണ് എടുക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ബൈനറി സിസ്റ്റം ഇൻ കമ്പ്യൂട്ടർ. എന്തിനാ ഇപ്പോൾ ബൈനറി? ഇസ് ദാറ്റ് ഇലക്ട്രിക് സ്റ്റേറ്റ് ഓൺ ആൻഡ് ഓഫ് ക്യാൻ ബി റെപ്രസെന്റ് യൂസിങ് 1 and 0. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് അറിഞ്ഞൂടെ, ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് സീറോസും വൺസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഇസ് എൻ ഇലക്ട്രോണിക് മെഷീൻ. അപ്പോൾ ഈ ഇലക്ട്രോണിക് മെഷീന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വോൾട്ടേജ് ലെവൽസ് ആണ് അറിയത്തുള്ളൂ. സോ ഈ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ഓൺ ആൻഡ് ഓഫ് എന്നുള്ള സ്റ്റേറ്റ്, ഐദർ ഓൺ അല്ലെങ്കിൽ ഓഫ്, അതല്ലെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ്. അപ്പോൾ ഇത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സീറോയും വണ്ണും വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ബൈനറി നമ്പർ സിസ്റ്റം കമ്പ്യൂട്ടറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ബൈനറി കഴിഞ്ഞു. ഇപ്പം നമ്മൾ രണ്ട് നമ്പർ സിസ്റ്റം പറഞ്ഞു, ഡെസിമലും ബൈനറിയും. അടുത്തതാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് 8 സിമ്പിൾ. അപ്പോൾ ഒക്ട എന്ന് വെച്ചാൽ എന്താ? 8 ആണല്ലേ. 8 സിമ്പിളാണ് ഉള്ളത്, അതായത് 0 തൊട്ട് 7 വരെ. ടു ഫോം എ നമ്പർ ഇസ് കോൾഡ് ഒക്ടൽ നമ്പർ സിസ്റ്റം. 8 ഉണ്ടാവില്ല, 8, 9, 10, പിന്നെ അവിടെ അങ്ങോട്ട് ഇല്ല. 0 തൊട്ട് 7 വരെയുള്ള കോമ്പിനേഷൻ. ഇപ്പോൾ 71 നമ്മൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഡെസിമൽ നമ്പർ സിസ്റ്റം അല്ലേ, 71. പക്ഷെ ആ 71ന്റെ അടിയിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? 8 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. 8 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കെയിംസ് എൻ ഒക്ടൽ നമ്പർ. Octa means 8, hence this number is called octal. Also, it will be known as base 8. Base 8 number system, because the base of this number system is 8. Base means number of symbols. The number of symbols used in this number system is 8. That is from 0 to 7. Consider an example. 236 and 236 ചുമ്മാ ഇരിക്കാൻ എന്ത് വിചാരിക്കുക? ഡെസിമൽ എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ സബ്സ്ക്രിപ്റ്റ് 8 കൊടുത്തു. അപ്പം അങ്ങനെ പറയുമ്പോൾ it becomes an octal number system. Here the weight of each digit is power of 8. അപ്പോൾ ഓരോ ഡിജിറ്റിന്റെയും വെയിറ്റ് എന്ന് പറയുന്നത് 8ന്റെ പവർ ആയിട്ടാണ് വരിക. നേരത്തെ കണ്ടില്ലേ, നമ്മളെ ബേസിന്റെ പവർ ആണ് വരിക. 10ന്റെ പവർ, 2ന്റെ പവർ, ആൻഡ് ഇവിടെ 8ന്റെ പവർ ആയിട്ടാണ് ഓരോ ഡിജിറ്റിന്റെയും വെയിറ്റ് വരുന്നത്. ദ നമ്പർ 236 ക്യാൻ ബി റിട്ടൺ ഇൻ എക്സ്പാൻഡഡ് ഫോം ആസ് ദിസ്. 236 അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് 8 raised to 0, 8 raised to 1, 8 raised to 2. അപ്പോൾ നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 into 8 raised to 2 plus 3 into 8 raised to 1 plus 6 into 8 raised to 0. Our value is 158, which means what? 236 പറഞ്ഞ ഒക്ടൽ നമ്പർ ഇക്വാലന്റ് ടു 158, ഡെസിമൽ 158ന് ഇക്വാലന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫോർ ഫ്രാക്ഷണൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ് വരികയാണെങ്കിൽ അപ്പുറത്തേക്ക് നമ്മളത് ബൈനറിയിൽ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അതായത് 2 raised to 0, 2 raised to 1 ഇങ്ങനെ ഫ്രാക്ഷൻ്റെ ഡെസിമൽ പോയിന്റിന് ഇപ്പുറത്തോട്ടാണ്. അപ്പുറത്തോട്ടാണെങ്കിൽ 2 raised to -1, -2 എന്ന് പറഞ്ഞു പോകും. അതേപോലെ തന്നെയാണ് ഇവിടെയും ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ വെയിറ്റ് 8 raised to -1, 8 raised to -2 അങ്ങനെയാണ് വരിക, റൈറ്റ് ഓഫ് ദ ഡെസിമൽ പോയിന്റ്. കൺസിഡർ അനദർ എക്സാമ്പിൾ 172.4. അപ്പോൾ ഇനിയാ 172ന് 8 raised to 0, 8 raised to 1, 8 raised to 2 വന്നു. ആൻഡ് പോയിന്റിന് അപ്പുറത്തേക്ക് ഉള്ളതിന് 8 raised to -1 തുടങ്ങണം. അപ്പോൾ 4 into 8 raised to -1 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 122.5 ആണ് ഇക്വാലന്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുക. ഇപ്പോൾ ലാസ്റ്റത്തെ ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം ഇസ് ദ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ ഇറ്റ് സപ്പോർട്ട് 16 സിമ്പിൾസ്. 16 സിമ്പിൾസ് എന്ന് പറയുന്നത് 0 to 9 വരെയുള്ള 10 സിമ്പിൾസ്. 0 to 9 എന്ന് പറയുമ്പോൾ 10 സിമ്പിൾസ് ഉണ്ടല്ലോ, 10 ഡിഫറെൻറ്റ് സിമ്പിൾസ്. അത് കൂടാണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 10, 11, 12, 13, 14. അപ്പോൾ അതിന് പകരം ABCDEF എന്നുള്ള വാല്യൂസും സിമ്പിൾസും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ ആണ് ഹെക്സാഡെസിമലിൽ വരിക. 0 to 9 വരെയുള്ള നമ്പേഴ്സും വരും, പിന്നെ ABCDEF എന്നുള്ള ഡിജിറ്റ്സ് സിമ്പിൾസും യൂസ് ചെയ്യും. ഇത്രയും യൂസ് ചെയ്തിട്ടാണ് അവർ നമ്പറിനെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുന്നത് ഈ നമ്പർ സിസ്റ്റംസ്. സോ ഹിയർ ദ ബേസ് ഓഫ് ദ നമ്പർ സിസ്റ്റം ഇസ് 16 ആസ് ദർ ആർ 16 സിമ്പിൾസ് ഇൻ ദിസ് നമ്പർ സിസ്റ്റം. Hence this number system is also known as പറഞ്ഞല്ലോ ബേസ് 16 നമ്പർ സിസ്റ്റം എന്ന് പറയും. ഇൻ ദി സിസ്റ്റം ദ സിമ്പിൾസ്, ഇനിയിപ്പോൾ 9 വരെയുള്ള എൻ്റെ വാല്യൂസ് നമുക്ക് അറിയാം അല്ലേ, 0, 1, 2, 3 എല്ലാത്തിൻ്റെ വാല്യൂ സെയിം തന്നെയാണ്. ABCDEFൻ്റെ വാല്യൂ എന്താ? കറസ്പോണ്ടിങ്ലി 10, 11, 12, 13 and 14. ഓക്കെ, എ എന്ന് വെച്ചാൽ 10, B 11, 12, 13, 14, 15 വരെ ഉണ്ടെന്ന് ഓർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ബേസിക് കാര്യങ്ങൾ പറയാനുള്ളത്. കൺസിഡർ എ ഹെക്സാഡെസിമൽ നമ്പർ 1 to AF16 എന്ന് പറഞ്ഞ നമ്പറാണ്. വെയ്റ്റ്സ് ഓഫ് ഈച്ച് ഡിജിറ്റ് ഇസ് പവർ ഓഫ് 16. ഇപ്പോൾ നേരത്തെ 8ന്റെ പവർ പറഞ്ഞ പോലെ ഇവിടെ 16ന്റെ പവറാണ് വരിക. 16 raised to 0, 16 raised to 1, 16 raised to 2 അങ്ങനെയാണ് വെയിറ്റുകൾ പോകുന്നത്. ദ നമ്പർ ക്യാൻ ബി റിട്ടൺ ഇൻ എക്സ്പാൻഡഡ് ഫോം ആസ്.
ഇപ്പോൾ ഒരു നമ്പർ എഴുതി, അപ്പോൾ ഇവിടുന്ന് ആസ് യൂഷ്വൽ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ തുടങ്ങുന്നതാണ് 16⁻0, 16⁻1, 16⁻2, 16⁻3. ദെൻ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4783 എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ ഹെക്സാഡെസിമൽ, ഇമ്പോർട്ടൻസ് ഓഫ് ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്നത്, ജനറൽ യൂസ് ചെയ്യുന്നത് ഡെസിമലാന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ ബൈനറി 0യും 1ഉം മാത്രമുള്ള ബൈനറി പഠിച്ചു. ആ ബൈനറി എന്തിനായിരുന്നു? കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമാണ് ബൈനറി. കാരണം കമ്പ്യൂട്ടേഴ്സിൻ്റെ 0, 1 അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതിൽ ഓപ്പറേഷൻസ് എടുക്കാൻ. നമുക്കറിയാലോ, വോൾട്ടേജസ് അല്ല, ഡിഫറെൻറ്റ് വോൾട്ടേജസ് ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ബൈനറി യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒക്ടലും ഹെക്സാഡെസിമലൊക്കെ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഡിജിറ്റൽ ഹാർഡ്വെയർസ് യൂസസ് ദ ബൈനറി നമ്പർ സിസ്റ്റം ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ ആൻഡ് ഡാറ്റ. Representing numbers and operations in binary form requires too many bits and needs a lot of efforts. ഒരു കാര്യമുള്ളത് 0യും 1ലും മാത്രം എക്സ്പ്രസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇറ്റ് റിക്വയർസ് ടു മെനി ബിറ്റ്സ് ആൻഡ് നീഡ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒക്ടൽ ആണെങ്കിൽ നമ്മൾ ഈ ബൈനറിയിലുള്ള ബൈനറി പോലെയൊക്കെ തന്നെയാണ് ഒക്ടൽ. വിത്ത് ദിസ് ഒക്ടൽ ബിറ്റ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ത്രീസ്. ബൈനറിയിലെ എന്താ പറയുക, ഡിജിറ്റ്സിനെ 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പുതിയ സിമ്പിൾ കൊടുക്കുകയാണ് ഒക്ടലിൽ ചെയ്യുക. ആൻഡ് വിത്ത് ദ ഹെക്സാഡെസിമൽ ആണെങ്കിലോ 3ക്ക് പകരം 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യും, എന്നിട്ട് അതിനൊരു സിമ്പിൾസ് കൊടുക്കും. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ബിറ്റ്സിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും ഒക്ടലും ഹെക്സാഡെസിമലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. This conversion process of binary numbers to octal and hexadecimal number systems and vice versa are very, ഈ കൺവേർഷൻ ഈസിയാണ്. പക്ഷെ നമുക്ക് ബൈനറി മാത്രം, കമ്പ്യൂട്ടറിന് വേണ്ടത് ബൈനറിയാണ്, പക്ഷെ ബൈനറി മാത്രമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് പ്രോബ്ലം ഉള്ള കാര്യമാണ്. കുറേ ബിറ്റ്സ് വേണം, എഫേർട്ട് വേണം, മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒക്ടൽ ഹെക്സാഡെസിമലൊക്കെ കുറച്ചും കൂടിയും ഈസിയറാണ്, കമ്പാരിറ്റീവ്ലി ഈസിയറാന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് കോഡിൻ്റെ ലെങ്ത് കുറവായിരിക്കും. കാരണം ഗ്രൂപ്പ് ചെയ്യാണ് ഈ സീറോസിനെയും വൺസിനെയൊക്കെയും. ഇപ്പോൾ 3 സീറോസിനോ 3 1നോ 3 സിമ്പിളിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് ഒരു സിമ്പിൾ കൊടുക്കും. അങ്ങനെ, അതായത് ഒരു 3 സിമ്പിൾസിന് പകരം ഒരു സിമ്പിളാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായാലും കോഡ് ചെറുതാവും അല്ലേ? അത് ഒക്ടലിൻ്റെ കേസ്. ഹെക്സാഡെസിമൽ ആണെങ്കിൽ 4 സിമ്പിളിന് പകരമാണ് ഒരു സിമ്പിൾ കൊടുക്കുന്നത്, റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ആൻഡ് ഈ കൺവേർഷൻ ഹെക്സാഡെസിമലിൽ നിന്നും ഒക്ടലിൽ നിന്നും ഒക്കെയും തിരിച്ച് ബൈനറിയിലേക്കും ഇങ്ങോട്ടുള്ള കൺവേർഷൻ വളരെ ഈസിയാണ്. The shorthand notation is widely used in the design and operation of electronic circuits. താങ്ക് യു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞത്, നമ്പർ സിസ്റ്റംസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, പൊസിഷനും നോൺ പൊസിഷണലും. ആൻഡ് പൊസിഷനിൽ വരുന്ന നോൺ പൊസിഷണൽ റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. പൊസിഷനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൽ അതിൻ്റെ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത്, ഡെസിമൽ ഉണ്ട്, ദെൻ ഒക്ടൽ ഉണ്ട്, ബൈനറി ഉണ്ട്, ഹെക്സാഡെസിമൽ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ബേസ് എന്താണ്, റെപ്രസെൻറ്റ് എങ്ങനെയാണ്, എല്ലാതും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.